നമസ്കാരം, എല്ലാവർക്കും കണക്ക് മാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ പേജ് നമ്പർ 11 ഫസ്റ്റ് കണക്കായിരുന്നു ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 11 രണ്ടാമത്തെ കണക്കാണ്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക. നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. നമ്മുടെ ട്രയാങ്കിൾ ഏതാണ്? ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏതാണ്? ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഉണ്ട്. ഏതൊക്കെയാ? 5 സെന്റിമീറ്റർ. AB എത്രയാ? 7 സെന്റിമീറ്റർ. അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി എന്നൊരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കിനി വരയ്ക്കേണ്ടത് ട്രയാങ്കിൾ APB. ഈ ABC എന്ന് പറയുന്ന ത്രികോണത്തിൽ നിന്നും നമുക്ക് ഏത് ത്രികോണമാണ് ഫോം ചെയ്യേണ്ടത്? ABP എന്ന് പറയുന്ന ത്രികോണം ഫോം ചെയ്യണം. അതിന്റെ ഒരു കണ്ടീഷൻ ഇതാണ്. അവിടെ BAP എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കണം? 90 ആയിരിക്കണം. ഈ BAP എന്ന് പറയുന്ന ആംഗിൾ 90 ആണെങ്കിൽ ഈ BAPയുടെ സെൻട്രലിൽ വരുന്ന ലെറ്റർ ഏതാ? A ആണ്. അപ്പോൾ A എന്ന് പറയുന്ന വെർട്ടെക്സിൽ നമുക്ക് എന്ത് ഫോം ചെയ്യണം? 90 ഡിഗ്രി അല്ലെങ്കിൽ മട്ടകോൺ ഫോം ചെയ്യണം. അപ്പൊ കണ്ടീഷൻ ഇതാണ്. ABC എന്ന് പറയുന്ന ആ ത്രികോണത്തിന്റെ അതേ പരപ്പളവ്, സെയിം ഏരിയ ഉള്ള ഏത് ത്രികോണം വരയ്ക്കണം? ത്രികോണം ABP വരയ്ക്കണം. അതിന്റെ കണ്ടീഷൻ ഇതാണ്. BAP എന്ന് പറയുന്ന ആ കോണെന്ന് പറയുന്നത് മട്ടകോൺ ആയിരിക്കണം, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നമുക്ക് വരയ്ക്കാം. അപ്പൊ നമുക്ക് ABC എന്ന് പറയുന്ന ത്രികോണം അതേപോലെ വരയ്ക്കാം. നമുക്കറിയാം ABC എന്ന് പറയുന്ന ത്രികോണം എങ്ങനെ വരയ്ക്കുന്നത്? ആദ്യം AB വരയ്ക്കുക. സ്കെയിൽ എടുത്ത് നമ്മൾ എന്ത് വരയ്ക്കാൻ പോവുകയാണ്? AB എന്ന് പറയുന്ന സൈഡ് വരച്ചു. സ്കെയിൽ ഉപയോഗിച്ച് AB എന്ന് പറയുന്ന സൈഡ് എത്ര സെന്റിമീറ്റർ ആണ്? 7 സെന്റിമീറ്റർ വരച്ചു. എന്നിട്ട് പ്രൊട്രാക്ടർ എടുത്തിട്ട് Aയിൽ നിന്നും എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക? 60 ഡിഗ്രി മാർക്ക് ചെയ്ത് ഒരു ലൈൻ അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ആദ്യം 7 സെന്റിമീറ്റർ വരച്ചു. Aയിൽ നിന്നും പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ എത്ര ഡിഗ്രി വരച്ചു? 60 ഡിഗ്രി വരച്ചിട്ട് AC-യുടെ നീളം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്ത് C എന്ന് പറയുന്ന വെർട്ടെക്സ് മാർക്ക് ചെയ്യുക. നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ABC എന്ന് പറയുന്ന ത്രികോണം കിട്ടുന്നു. ABC എന്ന് പറയുന്ന ത്രികോണം കിട്ടുന്നു. ആംഗിൾ A എത്രയാണ്? 60 ആണ്. AC എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് വരയ്ക്കേണ്ടത് ABP എന്ന് പറയുന്ന ഒരു ത്രികോണമാണ്. അപ്പോൾ ABP എന്ന് പറയുന്ന ത്രികോണം വരയ്ക്കുകയാണെങ്കിൽ ഈ ABPയിലും ABCയിലും പൊതുവായ ഒരു വശമുണ്ടോ എന്ന് നോക്കണം. ഏതൊക്കെയാ? ABCയിലും ABPയിലും പൊതുവായ വശമുണ്ടോ? ഉണ്ട്. AB എന്ന് പറയുന്നത് ആ രണ്ട് ത്രികോണത്തിന്റെയും പൊതുവായ വശമാണ്. അപ്പോൾ ത്രികോണം ABCയിലും ത്രികോണം ABPയിലും പൊതുവായ വശം എന്ന് പറയുന്നത് AB ആണെങ്കിൽ അത് പാദമായി കൺസിഡർ ചെയ്ത് ഏതാണോ പൊതുവായ വശം അത് ബേസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാണോ ആ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ സിയിൽ കൂടി നമ്മൾ ഏത് ലൈൻ വരയ്ക്കാൻ പോവുകയാണ്? സമാന്തര വര അല്ലെങ്കിൽ പാരലൽ ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ AB ആണ് ബേസ്. AB എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ABC എന്ന് പറയുന്ന ത്രികോണത്തിനും പിന്നെ ഏതാണ് ABP എന്ന് പറയുന്ന ത്രികോണത്തിനും പൊതുവായിട്ട് വരുന്ന ആ വശം, ആ സൈഡ് എന്ന് പറയുന്നത് AB ആയതുകൊണ്ട് ഞാൻ എന്താ ബേസ് ആയിട്ട് എടുക്കുന്നത്? AB ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് ആ ABയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ സിയിൽ കൂടി ഞാൻ എന്ത് വരയ്ക്കാൻ പോവുകയാണ്? സമാന്തര വര അല്ലെങ്കിൽ ഒരു പാരലൽ ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് വേണ്ടത് BAP. ഓൾറെഡി ഇവിടെ BA ഉണ്ട്. ഇനി P എന്ന് പറയുന്ന പോയിന്റിന്റെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയുന്നത് ഈ സിയിൽ കൂടി വരച്ച സമാന്തര വരയിലായിരിക്കും, അല്ലെങ്കിൽ ആ സിയിൽ കൂടി വരച്ച പാരലൽ ലൈനിലായിരിക്കും നമ്മുടെ P എന്ന് പറയുന്ന ആ പോയിന്റിന്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം. അപ്പൊ Pയുടെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അവർ നമുക്ക് തരുന്ന കണ്ടീഷൻ ഇതാണ്. BAP എങ്ങനെയാ? P എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. 90 ഡിഗ്രി വരുന്ന ഏത് വെർട്ടെക്സിൽ വെച്ചാണ്? A എന്ന് പറയുന്ന വെർട്ടെക്സ് നമുക്ക് എത്ര ഡിഗ്രി വേണം? 90 ഡിഗ്രി വേണം. എത്ര ഡിഗ്രി വേണം? 90 ഡിഗ്രി ആണെങ്കിൽ BAP AB എന്താക്കി? ബേസ് ആക്കിക്കൊണ്ട് ഇവിടെ നമ്മൾ എത്ര ഡിഗ്രി വരയ്ക്കാൻ പോവുകയാണ്?
90 ഡിഗ്രി വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ബി എ ബേസ് ആക്കി 90 ഡിഗ്രി ഈ പോയിന്റിൽ പി എന്ന് കൊടുക്കുക. നമുക്ക് വേണ്ട ട്രയാങ്കിൾ എ ബി പി ആണ്. എ ബി പി കൂടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ കിട്ടിയ ട്രയാങ്കിൾ റിക്കറി ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഷെയ്ഡ് ചെയ്ത് സെപ്പറേറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതാണ് നമുക്ക് കിട്ടിയെന്നവരെ കാണിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഇത്ര ചെയ്തോളൂ. എ ബി സിയിലും എ ബി പിയിലും കോമൺ ആയിട്ടുള്ള സൈഡ് എ ബി ആയതുകൊണ്ട് ആ എ ബിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ കൂടി ഏത് ലൈൻ വരയ്ക്കുകയാണ്? സമാന്തര വര അല്ലെങ്കിൽ പാരലൽ വരച്ചു. എന്നത് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ബി എ പി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ബി എ പി 90 ഡിഗ്രി വരച്ചിട്ട് ഞാൻ എന്ത് വരയ്ക്കുകയാണ്? ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഈ ബി എ പി ത്രികോണം എ ബി പിയുടെയും ത്രികോണം എ ബി സിയുടെയും ഏരിയ എന്താണ്? തുല്യമാണ്. കൂടാതെ ബി എ പി എന്ന് പറയുന്ന കോൺ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി ആണ്. ഇനി നമുക്കതിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. എ ബി സി എന്ന് പറയുന്ന ആ ത്രികോണത്തിന്റെ അതേ പരപ്പളവ് സെയിം ഏരിയ ഉള്ള ഏത് ട്രയാങ്കിൾ വരയ്ക്കുക? ബി സി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ വരയ്ക്കുക. തരുന്ന മറ്റൊരു കണ്ടീഷൻ ഇതാണ്, ആംഗിൾ ബി സി ക്യു ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുക? എ ബി സി എന്ന് പറയുന്ന ആ ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പൊ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ വരച്ചപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിനും ബി സി ക്യു എന്ന് പറയുന്ന ആ ട്രയാങ്കിളിനും കോമൺ ആയിട്ട് ഏതെങ്കിലും സൈഡ് ഉണ്ടോ? ഏതാ? ബി സി എന്ന് പറയുന്ന സൈഡ് ഉണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ആ രണ്ട് ത്രികോണത്തിനും കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും സൈഡ് ഉണ്ടെങ്കിൽ ആ സൈഡ് നമ്മൾ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ത്രികോണം എ ബി സിക്കും ത്രികോണം ബി സി ക്യൂവിനും പൊതുവായിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ബി സി ആണ്. അപ്പോൾ ബി സി ആണ് നമ്മുടെ ബേസ്. അപ്പൊ ബേസ് കിട്ടി. എപ്പോഴാണോ നമുക്ക് ബേസ് അല്ലെങ്കിൽ പാദം കിട്ടുന്നത് ആ പാദത്തിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ കൂടി എന്ത് വരയ്ക്കാൻ ശ്രമിക്കുക? സമാന്തര വര അല്ലെങ്കിൽ പാരലൽ ലൈൻ വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പൊ രണ്ടിന്റെയും പൊതുവായിട്ടുള്ള വശം ബി സി ആയതുകൊണ്ട് ആ ബി സിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആണ് എ. അപ്പോൾ എയിൽ കൂടി നമ്മൾ എന്ത് വരയ്ക്കുന്നു? സമാന്തര വര വരയ്ക്കുന്നു. എങ്ങനെയാ നമ്മൾ സമാന്തര വര വരയ്ക്കുന്നത്? സ്കെയിലും സെസ്കോറും ഉപയോഗിച്ച് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. സ്കെയിലും സെസ്കോറും ഉപയോഗിച്ച് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. ഈ വരച്ചത് എന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്, നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ബി സിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എ ആണ്. എയിൽ കൂടി നമ്മൾ എന്ത് വരയ്ക്കുകയാണ്? സമാന്തര വര വരയ്ക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആംഗിൾ നോക്കിയേ, ബി സി ക്യു. ആംഗിൾ എത്രയാണ്? ബി സി ക്യു. ബി സി ക്യു ഇവിടെ എവിടെയെങ്കിലും വേണം. അപ്പോൾ ബി സി ക്യു 60 ഡിഗ്രി 60 ഡിഗ്രി ആണെങ്കിൽ ബി സിയിൽ പ്രൊട്രാക്ടർ വെക്കുക. എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക? 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക? 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. നമുക്ക് വേണ്ട ട്രയാങ്കിൾ ബി സി ക്യു ആണ്. ബി സി ക്യു ഈ പോയിന്റ് ക്യു ആണ്. ബി എ ക്യൂയിലൂടെ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ നോക്കിയേ, ബി സി ക്യു. ഈ ബി സി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ബേസ് ബി സി ആണ്. ബേസ് മാറുന്നുണ്ടോ? ഓപ്പോസിറ്റ് വെർട്ടെക്സ് കൂടി എന്ത് വരച്ചു? പാരലൽ വരച്ചു. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും പിന്നെ ബി സി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും ഏരിയ സെയിം ആണ്. അവർ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഏതാ? ആംഗിൾ ബി സി ക്യു എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പൊ സെയിം ഏരിയയുമാണ്. അവർ തരുന്ന ആംഗിൾ നമ്മൾ അവിടെ വരയ്ക്കുകയും ചെയ്തു. അപ്പോൾ എ ബി സിയുടെ ഏരിയയും പിന്നെ ഏതാണ്? ബി സി ക്യുവിന്റെ ഏരിയയും എന്തായിട്ട് കിട്ടി? തുല്യമായിട്ട് കിട്ടി. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക. സെയിം തന്നെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ വരയ്ക്കുക. ഈ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ സെയിം പരപ്പളവുള്ള ഏത് ട്രയാങ്കിൾ വരയ്ക്കുക? സി എ ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾ വരയ്ക്കുക. അവിടെ കണ്ടീഷൻ ആണ് സി എ ആർ എന്ന് പറയുന്ന ആംഗിൾ. ഏതാ? സി എ ആർ എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കണം? 30 ഡിഗ്രി ആയിരിക്കണം, അല്ലെങ്കിൽ 30 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ എ ബി സിയിലും സി എ ആറിലും കോമൺ ആയിട്ട് വരുന്ന സൈഡ് ഏതാ? സി എ ആണ്. അപ്പൊ എ ബി സിയിലും സി എ ആറിലും കോമൺ ആയിട്ട് വരുന്ന സൈഡ് ഏതാണ്? സി എ ആയതുകൊണ്ട് സി എയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാ? ബി. ആ ബിയിൽ കൂടി നമ്മൾ ഏത് ലൈൻ വരയ്ക്കുക? സമാന്തര വര അല്ലെങ്കിൽ പാരലൽ ലൈൻ വരയ്ക്കുക. എന്ത് വരച്ചു? സമാന്തര വര അല്ലെങ്കിൽ പാരലൽ ലൈൻ. ഇനി നമുക്ക് വേണ്ടത് ഈ ആംഗിൾ വരയ്ക്കണം. ഏതാ? സി എ ആർ. ഇത് ആംഗിൾ നമുക്ക് വരയ്ക്കേണ്ടത്. ആംഗിൾ നോക്കട്ടെ. ആംഗിൾ സി എ ആർ അല്ല, ആംഗിൾ എ സി ആർ ആണ് കേട്ടോ. ഞാൻ എഴുതി തെറ്റിപ്പോയി.
ആംഗിൾ എ സി ആർ, സി എ ആർ അല്ല, ആംഗിൾ എ സി ആർ. ആംഗിൾ എ സി ആർ എന്ന് പറയുന്നത് നമുക്ക് എത്ര ഡിഗ്രി വേണം? 30 ഡിഗ്രി വേണം. എ ഉണ്ട്, സി ഉണ്ട്, ആർ അപ്പൊ ഇവിടെ എവിടെയെങ്കിലും വരും. ഈ പാരലൈനകത്താണ് എന്ത് വരുന്നത്? ആർ വരുന്നത്. അപ്പം എ സിയിൽ പ്രൊട്രാക്ടർ വെക്കുക, എ സി, സിയിലാണ് 30 ഡിഗ്രി വരേണ്ടത് അല്ലെ? അപ്പൊ എ സി 30 ഡിഗ്രി എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഈ പോയിന്റ് നമുക്ക് എന്തെന്ന് കിട്ടി? ആറെന്ന് കിട്ടി. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കാരണം എ സി ആർ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിളിന്റെ കോമൺ സൈഡ് സി അല്ലെങ്കിൽ എ സി ആയതുകൊണ്ട് എ സിയുടെ ഓപ്പോസിറ്റ് ശീർഷമായ ബിയിൽ കൂടി ഞാൻ സമാന്തരവര അല്ലെങ്കിൽ പാരലൽ വരച്ചു. കൂടാതെ ഒരു പറയുന്ന കണ്ടീഷനായ എ സി ആർ 30 ഡിഗ്രി എടുത്ത് വരച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയ പോയിന്റ് ആണ് 6. ഇനി എ ഞാൻ എന്തുമായി കണക്ട് ചെയ്യുകയാണ്? ആറുമായി കണക്ട് ചെയ്യുമ്പോൾ എ സി ആർ എന്ന് പറയുന്ന ഒരു ത്രികോണം കിട്ടുന്നു, ട്രയാങ്കിൾ കിട്ടുന്നു. ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ഏരിയക്ക് എന്താ? തുല്യമാണ്. നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അവർക്ക് മനസ്സിലാവേണ്ടേ നമുക്ക് ഈ ട്രയാങ്കിൾ കിട്ടിയെന്ന്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ 3 കണക്കെന്ന് പറയുന്നത് നമുക്കൊരു ട്രയാങ്കിൾ തരും. ആ ട്രയാങ്കിളിന്റെ സെയിം ഏരിയയും കൂടാതെ അവർ തരുന്ന ആംഗിൾ അല്ലെങ്കിൽ കോണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മറ്റു 3 ത്രികോണങ്ങൾ വരയ്ക്കുന്നതായിരുന്നു. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് വരയ്ക്കുക? ട്രയാങ്കിൾ വരയ്ക്കുക. ചില കണ്ടീഷൻ തരുന്നുണ്ട്. ആ സർക്കിളിന്റെ സെന്റർ അല്ലെങ്കിൽ കേന്ദ്രത്തിലായിരിക്കണം നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു ട്രയാങ്കിളിന്റെ വെർട്ടെക്സ്. കൂടാതെ ബാക്കി 2 വെർട്ടെക്സ്, ബാക്കി 2 ശീർഷങ്ങൾ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? ഓൺ ദ സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിലായിരിക്കണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്ത് ചെയ്യുക? നമ്മൾ സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചു. സർക്കിൾ എന്തുകൊണ്ട്? സെന്റർ ഉണ്ട്. സർക്കിൾ എന്തുകൊണ്ട്? സെന്റർ ഉണ്ട്. ഈ സർക്കിളിനകത്ത് നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ആ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്ററിലായിരിക്കണം. കൂടാതെ അതർ 2 വെർട്ടെക്സ് എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആയിരിക്കണം. അപ്പൊ ഒരു വെർട്ടെക്സ് നമ്മൾ എവിടെയാണ്? സർക്കിളിലാണ്. മറ്റ് 2 വെർട്ടെക്സ് എവിടെയാണ്? ഓൺ ദ സർക്കിൾ ആണ്. പിന്നെ O എന്ന് കൊടുക്കാം, എ ബി എന്ന് കൊടുക്കാം. അപ്പൊ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുക അല്ലെ? ആ സർക്കിളിന്റെ സെന്ററിലായിരിക്കണം നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ്. ഓക്കെ ആണല്ലോ. ബാക്കി 2 വെർട്ടെക്സ് എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആയിരിക്കണം, വൃത്തത്തിലായിരിക്കണം. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വെച്ച് നമ്മൾ എന്ത് വരച്ചു? ട്രയാങ്കിൾ വരച്ചു. ഒരു വെർട്ടെക്സ് സെന്ററിൽ, കേന്ദ്രത്തിൽ. ഓക്കെ. ബാക്കി 2 വെർട്ടെക്സ് എവിടെയാണ്? ഓൺ ദ സർക്കിളിൽ. ഇനി അവർ പറയുകയാണ് ഡ്രോ എ അനദർ ട്രയാങ്കിൾ. മറ്റൊരു ത്രികോണം വരയ്ക്കണം. ഈ മറ്റൊരു ത്രികോണം വരയ്ക്കുകയാണെങ്കിൽ ഈ വരച്ച ട്രയാങ്കിൾ ഈ ത്രികോണത്തിന്റെ സെയിം ഏരിയ ആയിരിക്കണം. ഈ OAB എന്ന് പറയുന്ന ത്രികോണത്തിന്റെ അതേ പരപ്പളവും കൂടാതെ ഇതിന്റെ 3 മൂലകൾ 3 വെർട്ടെക്സ് എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആയിരിക്കണം, അല്ലെങ്കിൽ എവിടെയായിരിക്കണം? വൃത്തത്തിലായിരിക്കണം. അപ്പൊ OABയുടെ 2 വെർട്ടെക്സ് മാത്രമേ, 2 മൂലകൾ മാത്രമേ എവിടെ ഇരിക്കുകയുള്ളൂ? വൃത്തത്തിൽ ഇരിക്കുന്നുള്ളൂ. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് OABയുടെ സെയിം ഏരിയ, പരപ്പളവിൽ മാറ്റമില്ലാതെ ഇതിന്റെ 3 വെർട്ടെക്സും നമ്മൾ എങ്ങോട്ട് വരയ്ക്കണം? സർക്കിളിൽ വരയ്ക്കണം. അപ്പൊ നമുക്കറിയാം 2 വെർട്ടെക്സ് ഓൾറെഡി എവിടെ ഉണ്ട്? സർക്കിൾ ഉണ്ട്. ഏതാ? AB എന്ന് പറയുന്ന വെർട്ടെക്സ് ഓൾറെഡി സർക്കിൾ ഉണ്ട്. അവനെ മാറ്റേണ്ട കാര്യമില്ല. നമുക്ക് മാറ്റേണ്ടത് 3ാമത്തെ വെർട്ടെക്സ് ആയ OA ആണ്. കാരണം O എന്ന് പറയുന്നത് സെന്റർ ആണ്. അവനെ നമ്മൾ മാറ്റണം. അപ്പോൾ AB നമുക്ക് മാറ്റാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ AB നമ്മൾ എന്തായിട്ട് എടുക്കണം? ബേസ് ആയിട്ട് എടുക്കണം. എന്തിനെയാണോ നമുക്ക് മാറ്റാൻ സാധ്യമാകാത്തത് അവനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? ബേസ് അല്ലെങ്കിൽ പാദമായിട്ട് എടുക്കണം. അപ്പോൾ AB പാദമാണെങ്കിൽ, AB ബേസ് ആണെങ്കിൽ ആ ABയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാണ്? O ആണ്. അപ്പൊ AB പാദമാണെങ്കിൽ ABയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്താണ്? O ആണ്. അപ്പോൾ Oയിൽ കൂടി നമ്മൾ ഏത് ലൈൻ വരയ്ക്കണം? സെയിം ഏരിയ ട്രയാങ്കിൾ കിട്ടാൻ പാരലൽ ലൈൻ അല്ലെങ്കിൽ സമാന്തര വര വരയ്ക്കണം. അപ്പൊ Oയിൽ കൂടി ഞാൻ ഏത് ലൈൻ വരയ്ക്കാൻ പോവുകയാണ്? പാരലൽ ലൈൻ വരച്ചു. അല്ലെങ്കിൽ ഏത് ലൈൻ വരച്ചു? സമാന്തര വര വരച്ചാൽ ഈ Oയിൽ കൂടി വരച്ച സമാന്തര വരയിൽ എവിടെ ഒരു പോയിന്റ് ഇട്ട് ഞാൻ ട്രയാങ്കിൾ വരച്ചാലും അതിന് OAB എന്ന് പറയുന്ന ത്രികോണത്തിന്റെ അതേ പരപ്പളവായിരിക്കും. അതിന് OAB എന്ന് പറയുന്ന ത്രികോണത്തിന്റെ അതേ പരപ്പളവായിരിക്കും. അപ്പോൾ എന്റെ കണ്ടീഷൻ ഇതാണ്. ഈ 2 വെർട്ടെക്സ് മാത്രമല്ല, ഈ വെർട്ടെക്സും എനിക്ക് എവിടെ കിട്ടണം? സർക്കിളിൽ കിട്ടണം. ഒന്നെങ്കിൽ ഈ വെർട്ടെക്സ് ഞാൻ ഇവിടെ കൊണ്ടുപോകാം. ഓൺ ദ സർക്കിൾ അല്ലേ? വൃത്തത്തിലല്ലേ? അല്ലെങ്കിൽ ഇവനെ എനിക്ക് ഇവിടെയും കൊണ്ടുപോകാം. അപ്പൊ ഈ ട്രയാങ്കിളിനെ നമുക്ക് 2 രീതിയിൽ ചിത്രീകരിക്കാം. ഇങ്ങനെ വരച്ചാൽ ഇവനെ വേണമെങ്കിൽ ഞാൻ O1 എന്ന് കൊടുത്തു.
നോക്കിയേ, AO BC ഈക്വൽ ടു AO ഓൺ B അല്ലേ? ബേസ് സെയിം ആണ്, സെയിം പാരലൽ ആണ്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓട്ടുന്നിരിക്കട്ടെ. അപ്പോൾ ഈ വരച്ച രണ്ട് ട്രയാങ്കിളിനും AOB എന്ന് പറയുന്ന ത്രികോണത്തിന്റെ സെയിം ഏരിയ, സെയിം പരപ്പളവാണ്. കൂടാതെ അതിന്റെ 3 വെർട്ടെക്സ് എവിടെ ഇരിക്കുകയാണ്? ഓൺ ദ സർക്കിൾ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാം? 2 ട്രയാങ്കിൾ വരയ്ക്കാൻ സാധ്യമാണ്. അപ്പൊ നമുക്ക് ഇനി പേജ് നമ്പർ 11 നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കാം. നമുക്ക് ഒരു ത്രികോണം വേണം, ഒരു ട്രയാങ്കിൾ വേണം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ഡിഫറന്റ് അല്ലെങ്കിൽ നോൺ കോൺകുറന്റ് എന്ന് വെച്ചാൽ തുല്യമല്ലാത്ത ഹൗ മെനി ഡിഫറന്റ് ട്രയാങ്കിൾസ് ക്യാൻ യു ഡ്രോ വിത്ത് ദി 2 സൈഡ് 8 ആൻഡ് 6 സെന്റിമീറ്റർ വിത്ത് ഏരിയ 12 സെന്റിമീറ്റർ. അപ്പോൾ ഏരിയ പരപ്പളവ് 12 സെന്റിമീറ്ററും ആ ത്രികോണത്തിന്റെ വശങ്ങൾ 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററുമായ എന്ത് വരയ്ക്കാം? ത്രികോണങ്ങൾ വരയ്ക്കാം. തുല്യമല്ലാത്ത എത്ര ത്രികോണങ്ങൾ വരയ്ക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. തുല്യമല്ല, അതാണ് നോൺ കോൺകുറന്റ് ട്രയാങ്കിൾസ് നമുക്ക് എത്ര എണ്ണം വരയ്ക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കണം. അപ്പൊ നമുക്കറിയാം ഇവിടെ ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് ഞാൻ എത്ര സെന്റിമീറ്റർ എടുക്കുകയാണ്? 8 സെന്റിമീറ്റർ എടുക്കുകയാണ്. അപ്പൊ എനിക്ക് വരയ്ക്കാൻ പോകുന്ന ഈ ട്രയാങ്കിളിന്റെ പാദം ഞാൻ എത്ര എടുക്കുകയാണ്? 8 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഞാൻ ബേസ് എന്താണ് എടുക്കുന്നത്? 8 ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് കണ്ടുപിടിക്കാൻ, ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കുണ്ട്. ഏരിയ ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഏരിയ എത്രയാണ്? 12 ആണ്. ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഇസ് ഈക്വൽ ടു 12. ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം സമം നമുക്ക് എന്തെന്ന് കിട്ടി? 12. നമുക്ക് വേണ്ടത് ഈ ത്രികോണത്തിന്റെ ഉയരമാണ്, അല്ലെങ്കിൽ h ആണ്. നമുക്ക് ആ വില ഇട്ട് കൊടുക്കാം. B ഇൻറ്റു H ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 2 അല്ലേ? രണ്ടിവിടെ ഹരിച്ചേക്കുകയാണ്. സമത്തിന് അപ്പുറം എന്താവും അത്? ഗുണിക്കും. B നമുക്കുണ്ട് 8. 8 ഇൻറ്റു H ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 2 എന്ന് കിട്ടി. H is equal to 12 into 2 divided by 8. 2, 4, 3. അപ്പൊ ഹൈറ്റ് നമുക്ക് എന്തെന്ന് കിട്ടി? 3 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ ഹൈറ്റ് നമുക്ക് എത്ര കിട്ടി? 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബേസ് 8 വരയ്ക്കാം. ബേസ് 8ഉം ഹൈറ്റ് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബേസ് 8 ഞാൻ ആദ്യം വരയ്ക്കാൻ പോവുകയാണ്. ബേസ് എത്ര സെന്റിമീറ്റർ ആണ്? 8 സെന്റിമീറ്റർ. ഈ ബേസിൽ നിന്നുള്ള ഹൈറ്റ് എത്ര ആയിരിക്കണം? 3 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ബേസിൽ നിന്നുള്ള ഹൈറ്റ് എത്ര ആയിരിക്കണം? 3 സെന്റിമീറ്റർ. നിങ്ങൾ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇവിടെ നിന്ന് 3 സെന്റിമീറ്റർ അളപ്പെടുത്തുക, ഇവിടെ നിന്ന് 3 സെന്റിമീറ്റർ അളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ എന്താ വരയ്ക്കുക? ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. ഞങ്ങളുടെ ഡോട്ടർ ലൈൻ ആണ് വരച്ചിരിക്കുന്നത്. അപ്പോ 8 സെന്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ബേസ്. ആ ബേസിനുള്ള ഹൈറ്റ്, ഈ ഹൈറ്റ് നമുക്ക് എത്രയാണ് വേണ്ടത്? 3 സെന്റിമീറ്റർ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? 3 സെന്റിമീറ്റർ ആയിരിക്കണം. എത്രയായിരിക്കണം? 3 ആയിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ബേസിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട്, ബേസിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് നമുക്ക് അനദർ സൈഡ്, ഒരു സൈഡ് മാത്രമേ നമുക്ക് 8 കിട്ടിയുള്ളൂ, മറ്റേ സൈഡ് എന്തായിരിക്കണം? 8 ആയിരിക്കണം. സോറി, മറ്റേ സൈഡ് എന്തായിരിക്കണം? 6 ആയിരിക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ എന്തുകൊണ്ട് വെക്കുക? കോമ്പസ് വെച്ചിട്ട് 6 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള, 6 സെന്റിമീറ്റർ ആരമുള്ള എന്ത് വരയ്ക്കുക? ഒരു വൃത്തം വരയ്ക്കുക. 6 സെന്റിമീറ്റർ ആരമുള്ള എന്ത് വരയ്ക്കുക? വൃത്തം വരയ്ക്കുക. അപ്പൊ അതിന്റെ പേര് കൊടുക്കാം AB ആണ്. ഞാൻ എയിൽ കോമ്പസ് കൊണ്ട് കുത്തി 6 സെന്റിമീറ്റർ ആരമുള്ള എന്ത് വരയ്ക്കുകയാണ്? സർക്കിൾ വരയ്ക്കുക. അപ്പോൾ 6 സെന്റിമീറ്റർ ആരമുള്ള എന്ത് വരച്ചു? സർക്കിൾ വരച്ചു ആണല്ലോ. ഈ 2 പോയിന്റ് നമുക്ക് കിട്ടി. ഈ 2 പോയിന്റ് കണ്ടോ? കാരണം ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് കൂടി സമാന്തര വരയാ. ഈ സമാന്തര വരയിൽ എവിടെയും നമുക്ക് എന്ത് വരയ്ക്കാം? ട്രയാങ്കിൾ വരയ്ക്കാം. ഏരിയ പരപ്പളവിൽ വ്യത്യാസം സംഭവിക്കത്തില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇങ്ങോട്ട് കൊടുത്തു, ഇവൻ ഇങ്ങോട്ടും കൊടുത്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടി? ട്രയാങ്കിൾ CAB കിട്ടി. ട്രയാങ്കിൾ എന്ത് കിട്ടി? CAB കിട്ടി. AC എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ, കാരണം റേഡിയസ് 6 ആണ്. 6 എടുത്താണ് നമ്മൾ വരച്ചത്.
അപ്പൊ ഇതൊരു ട്രയാങ്കിൾ. ഇനി നോക്കണേ, ഇവിടെ ഇങ്ങോട്ട് കണക്ട് ചെയ്തു, ഇതിനെ ഡി എന്ന് കൊടുത്തു. ട്രയാങ്കിൾ എ ഡി ബി. നോക്കിയേ, ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും എ ഡി ബി എന്ന് പറയുന്ന ട്രയാങ്കിളും തുല്യമാണോ? അല്ല. ആംഗിൾസിൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലേ? അക്യൂട്ടും ഒബ്റ്റ്യൂസും ബൃഹത്കോണും ന്യൂനകോണും ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഏരിയ പരപ്പളവ് 12 സെന്റിമീറ്ററും പിന്നെ സൈഡ് 8 6 നോൺ കോൺകുരന്റ് എന്ന് പറയുകയാണെങ്കിൽ തുല്യമല്ലാത്ത എത്ര ത്രികോണമാണ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നത്? 2 ത്രികോണം നമുക്ക് വരയ്ക്കാൻ സാധിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. പരപ്പളവ് 12ഉം അവയുടെ വശങ്ങൾ 8 6 എത്ര ത്രികോണം വരയ്ക്കാം? എത്ര എണ്ണം വരയ്ക്കാം നമുക്ക്? 2 ത്രികോണം മാത്രമേ നമുക്ക് വരയ്ക്കാൻ സാധ്യമാകുള്ളൂ, തുല്യമല്ലാത്ത 2 ത്രികോണങ്ങൾ. ഇനി ഞാൻ 4ാമത്തെ ക്വസ്റ്റ്യനകത്ത് തന്നെ ഒരു 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. നേരത്തെ കണ്ടിന്യൂഷൻ ആണ്, ശ്രദ്ധിക്കുക. നമ്മുടെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. പരപ്പളവ് എത്രയാണ്? 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്കുള്ള സൈഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 8ഉം 6ഉം ആണ്. അപ്പം ഏരിയ മാറി, നേരത്തെ 12 ആയിരുന്നു, ഇപ്പൊ എത്രയാണ്? 24 ആണെങ്കിൽ ഓക്കെ, നമ്മൾ ബേസ് പാത ഞാൻ എത്താട്ടം എടുക്കുകയാണ്? 8 എടുക്കുകയാണ്. ഈ പാദം 8 ആണെങ്കിൽ എനിക്ക് എന്ത് വേണം? ഹൈറ്റ് വേണം. നമുക്കറിയാം ഹാഫ് ബി എച്ച് ഈസ് ഈക്വൽ ടു 24, 24 ഉണ്ടല്ലോ. ബി ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 2 എന്ന് എടുക്കാമല്ലോ. 2 ഹരിച്ചേക്കുമാണ്. സമത്തിനപ്പുറവും എന്താവത്? ഗുണിക്കും. ഇനി ബിയുടെ വാല്യൂ നമുക്കുണ്ട്, ബി നമ്മൾ 8 ആണ്. 8 ഇൻറ്റു എച്ച് സമം 24 ഇൻറ്റു 2 എന്ന് കിട്ടി. എച്ച് ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 8. 24 ഇൻറ്റു 2 ബൈ 8 ഈസ് ഈക്വൽ ടു 3 6 സെന്റിമീറ്റർ. അപ്പം ഞാൻ വരയ്ക്കേണ്ടത് എന്തായിരിക്കണം? എനിക്ക് ഏരിയ 24, 2 വശങ്ങൾ ഏതായിരിക്കണം? 8ഉം വേണം 6ഉം വേണം. അപ്പൊ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് 8 സെന്റിമീറ്റർ ആണ്. ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഞാൻ അത് എന്തോ ചെയ്യും? 8 സെന്റിമീറ്റർ ഞാൻ ബേസ് എടുത്തു. 8 സെന്റിമീറ്റർ ബേസ് എടുത്തു. ബേസിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ഹൈറ്റ് നമുക്ക് കിട്ടി. എത്രയാ? 6 ആണ്. ബേസിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ഹൈറ്റ് നമുക്ക് എന്തെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ ഞാൻ സെറ്റ് സ്കോറിനകത്ത് ഇവിടെ 6 മാർക്ക് ചെയ്തു, ഇവിടെ വെച്ചു 6 മാർക്ക് ചെയ്തു. ഒരു ഡോട്ടർ ലൈൻ വരച്ചു. ഏത് ലൈൻ വരച്ചു? ഒരു ഡോട്ടർ ലൈൻ വരച്ചു. എന്നിട്ട് എനിക്ക് എന്ത് ഇവിടെ വരയ്ക്കേണ്ടത്? ഒരു സർക്കിൾ വരയ്ക്കണം. ഏതെങ്കിലും പോയിന്റ് കുത്തിക്കൊണ്ട് എനിക്ക് എന്ത് വരയ്ക്കണം? സർക്കിൾ വരയ്ക്കണം. നമുക്ക് മനസ്സിലായി, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? 6 സെന്റിമീറ്റർ ആണ്. എനിക്ക് വരയ്ക്കേണ്ട മറ്റു വശത്തിന്റെ നീളം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസും 6 ആണ്, ഈ ഡിസ്റ്റൻസും 6 ആണെങ്കിൽ എനിക്ക് ആ ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കാനും സാധ്യമാവുള്ളൂ. ഇത് എത്ര സെന്റിമീറ്ററാ? 6 സെന്റിമീറ്റർ. പേര് കൊടുക്കാം ABC. കാരണം ഞാൻ കോമ്പസ് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്യും. ഇവിടെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ സി എന്ന പോയിന്റ് ടച്ച് ചെയ്യും. ബിയിൽ വെച്ച് കോമ്പസ് എടുത്ത് 6 സെന്റിമീറ്റർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയും ടച്ച് ചെയ്യും. അപ്പം ഈ ടച്ച് ചെയ്ത പോയിന്റിൽ കൂടി എനിക്ക് എന്ത് കിട്ടി? ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിളാ? റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണം കിട്ടി. സപ്പോസ് ഞാൻ ഇവിടെ വെച്ച് വരയ്ക്കുകയാണെങ്കിലും എനിക്ക് ഏത് ട്രയാങ്കിൾ കിട്ടും? മറ്റൊരു മട്ട ത്രികോണം കിട്ടും, അല്ലെങ്കിൽ മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കോൺകുരന്റ് ആണ്. ഇത് രണ്ടും തുല്യമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, തുല്യമല്ലാത്തതാണ്. ഇത് രണ്ടും തുല്യമായതുകൊണ്ട് 2 ട്രയാങ്കിൾ നമുക്ക് എടുക്കാൻ പോസിബിൾ അല്ല. നമുക്ക് എത്ര ട്രയാങ്കിൾ മാത്രമേ വരയ്ക്കാൻ സാധ്യമുള്ളൂ? ഒരു ട്രയാങ്കിൾ മാത്രം വരയ്ക്കാനേ സാധ്യമുള്ളൂ. കാരണം ഇത് ഏത് ട്രയാങ്കിൾ ആയതുകൊണ്ട്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് എത്ര ട്രയാങ്കിൾ മാത്രം വരയ്ക്കാം? ഒരേ ഒരു ട്രയാങ്കിൾ മാത്രമേ വരയ്ക്കാൻ സാധ്യമാവുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. പരപ്പളവ് 24 സെന്റിമീറ്ററും അവയുടെ വശങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററുമായ എത്ര ത്രികോണം വരയ്ക്കാം? ഒരേ ഒരു ത്രികോണം മാത്രമേ വരയ്ക്കാൻ സാധ്യമാവുകയുള്ളൂ. അതിന് കാരണം എന്താ? നമുക്ക് കിട്ടിയത് ഏത് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണമാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണമാണ്.